അബുദാബി മദീന സായിദ് ലുലുവിന്റെ ഉള്ളിലുള്ള നമ്മുടെ ടൈം ഹൗസിന്റെ കിയോസ്ക് ഇന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ലീ കൂപ്പർ വാച്ചസിന്റെ കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കളക്ഷനും കാണിക്കാം, ബാക്കി കഥയും പറയാം കേട്ടോ. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, അഡ്മിൻ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആ റിവോളി ഗ്രൂപ്പിന്റെ മെയിലിന് റിപ്ലൈ കൊടുത്തു. അവർ 27th എൻ്റെ അടുത്ത് അവർ ഓഫീസിൽ ഓഫർ ലെറ്റർ സൈൻ ചെയ്യാൻ പോകാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയായി. നാട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ജോലി കിട്ടി, ഇത്ര ശമ്പളമുണ്ട്. ഞാൻ എന്താ പറയാ, ലോകം കീഴടക്കിയ ഒരു സന്തോഷത്തില്. കാരണം വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ജോലി കിട്ടിയിട്ട് വേണം പ്രേമിച്ച പെണ്ണിനെ കെട്ടാനും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സിൽ എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഞാനും പോയി ഓഫർ ലെറ്റർ സൈൻ ചെയ്യായിരുന്നപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ ഒരു കൺസേൺ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, നീ ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അന്ന് ഞാൻ 79 കിലോ ഉണ്ടായിരുന്നു 2013. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ട് മാത്രമേ സ്റ്റാഫുകൾ എടുക്കാൻ പറ്റത്തുള്ളൂ. എനിവേ, നാട്ടിൽ പോയിട്ട് 45 ദിവസം സമയമുണ്ട്. 10 കിലോ കുറച്ച് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ പീരീഡ് ടൈമിൽ നിന്നെ കൺഫേം ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വി വിൽ സേ സോറി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, നാട്ടിൽ പോയി. അങ്ങനെ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു കേട്ടോ. എന്നിട്ട് അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ നാട്ടിലെത്തി ഒരു 40 ദിവസം പട്ടിണി. അന്ന് നമുക്ക് ഈ യൂട്യൂബ് ഒന്നും ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ, നമുക്ക് എങ്ങനെയാണ് ഡയറ്റ് എടുക്കേണ്ട അതൊന്നും അറിയത്തില്ല. ഫുഡ് കഴിക്കത്തില്ല, പട്ടിണി കിടന്ന് ലാസ്റ്റ് 7 കിലോ കുറച്ചു. എങ്ങനെ പിടിച്ചിട്ടും 7 കിലോ കുറഞ്ഞോളൂ. തിരിച്ച് കയറി വന്നു. ഞാൻ HR കണ്ടില്ല, നേരെ വന്നു അവിടെ അഡ്മിനിലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, നേരെ നമ്മൾ 3 ദിവസത്തെ ഓഫീസ് ട്രെയിനിങ്ങിന് കയറ്റി. അങ്ങനെ ഈ 3 ദിവസവും ഞാൻ ആ HR കാണാതെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് കിടക്കുക. കാരണം അവരെ കണ്ണിൽ പെടാതെ. കാരണം ഒരുപാട് പേരുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എനിക്ക് ഒരു 20 പേരോ 22 പേരോ എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് അന്ന് റിവോളി ഗ്രൂപ്പിൽ കയറുന്നുണ്ട്. അങ്ങനെ ഇവരെ കാണാതെ ഞാൻ ഇങ്ങനെ ഒളിച്ച് കിടക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ 3 ദിവസത്തെ ഓഫീസിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം ഈവനിങ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് 22nd ഫ്ലോറിൽ നിന്ന് ഞാൻ ലിഫ്റ്റിൽ കയറിയതും ആ സെയിം ലിഫ്റ്റിൽ നമ്മുടെ HR ലിഫ്റ്റിൽ വെച്ചിട്ട് എല്ലാവരും കണ്ട് ഹായ് പറഞ്ഞിട്ട് അവരെന്റെ പേര് മറക്കാതെ റെക്കഗ്നൈസ് ചെയ്തിട്ടോ. ഷാൻ ഹായ്, ഹൗ മെനി kgs യു ലോസ് എന്ന് പറഞ്ഞിട്ട്, യു ലുക്സ് ഗുഡ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ തന്നെ ഞാൻ ഒന്ന് എൻ്റെ ആ ഒരു മനസ്സൊന്ന് ഹാപ്പിയായി. എന്നിട്ട് എത്ര കിലോ കുറച്ചും ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം ഐ ലോസ് 7 kg. അവരെ വെച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് അവർ പോയി. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു സമാധാനം ഉണ്ടല്ലോ. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് അതിന്റെ ഉള്ളിൽ മൂത്രം ഒഴിക്കാൻ പോകുന്നെങ്കിൽ തന്നെ ഈ HR റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്നും പോവാതെ എങ്ങനെയൊക്കെ ഒളിച്ചൊക്കെയാണ് ഞാൻ നടന്നത്. കാരണം ഇവര് കണ്ടിട്ട് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷാൻ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ തൂക്കം നോക്കും, നിങ്ങളുടെ ബോഡി മാസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രെയിനിങ്ങിന് അലോ ചെയ്യുള്ളൂ എന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എൻ്റെ ആ പേടിയുടെ കാരണം. ഇപ്പോഴും ഞാൻ അത്യാവശ്യം തടിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അന്നത്തെ എന്റെ കോലം ഞാനിവിടെ ഇട്ടുതരാം കേട്ടോ. ആ 40 ദിവസം ഞാൻ ഡയറ്റ് ചെയ്ത് പട്ടിണി കിടന്നിട്ട് ഞാൻ റിവോളിയിൽ ജോയിൻ ചെയ്ത് ആ ട്രെയിനി ആയിരുന്നപ്പോൾ ഉള്ള ഒരു